ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് റെഗുലേറ്റിംഗ് ആക്ടിനെ പറ്റിയാണ്. അപ്പോൾ റെഗുലേറ്റിംഗ് ആക്ട്, ബ്രിട്ടീഷ് ഗവൺമെൻറ്റിലെ റെഗുലേറ്റിംഗ് ആക്ട് 1773 റെഗുലേറ്റിംഗ് ആക്ടിനെ പറ്റിയാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ റെഗുലേറ്റിംഗ് ആക്ട് എന്ന് പറയുമ്പോഴത്തേക്കും 1773 റെഗുലേറ്റിംഗ് ആക്ട് എന്ന് പറയുമ്പോഴത്തേക്കും ബ്രിട്ടീഷ് ഭരണം അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണം ആരംഭിക്കുന്നത് ഏകദേശം 1600 ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ ഇന്ത്യയിൽ ആരംഭിക്കുന്നത് 1600 അപ്പോൾ മുഗൾ പവർ ഡിക്ലൈം ആവുന്ന സമയത്ത് അല്ലെങ്കിൽ മുഗളിൻ്റെ പതനത്തിന് ശേഷം അവിടെ ഒരു ട്രേഡിംഗ് കമ്പനി വരികയാണ്. അവിടെ ട്രേഡിംഗ് കമ്പനി അതായത് ട്രേഡിംഗ് കമ്പനിയാണ് പിന്നെ നമ്മുടെ ഇന്ത്യയിൽ ഡോമിനൻസ് അല്ലെങ്കിൽ ആധിപത്യം സ്ഥാപിക്കുന്നത് ആ ഒരു ട്രേഡിംഗ് കമ്പനിയാണ്. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പിന്നീട് അതിൻ്റെ പേര് വരികയായിരുന്നു. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ യഥാർത്ഥത്തിൽ അതിൻ്റെ മോട്ടോ അല്ലെങ്കിൽ എന്തായിരുന്നു അതിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്, അവർക്ക് പ്രധാനമായിട്ടും ഇന്ത്യയുമായിട്ട് ട്രേഡ് നടത്തി അതിൽ നിന്നൊരു വരുമാനം, അവർക്ക് നല്ല വരുമാനം അല്ലെങ്കിൽ ഹൈ റവന്യൂ അവർക്ക് ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു. അപ്പം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മറ്റൊരു പേര് എന്ന് പറയുന്നത് അത് വേറൊന്നുമല്ല, ഇതിൻ്റെ വേറൊരു പേരെന്ന് പറയുന്നത് ബോഡി ഓഫ് മർച്ചൻ്റ് അഡ്വഞ്ചേഴ്സ് എന്നായിരുന്നു ഇതിൻ്റെ മറ്റൊരു പേര്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മറ്റൊരു പേരെന്നറിയപ്പെടുന്നത് ബോഡി ഓഫ് മർച്ചൻറ്റേഴ്സ് എന്നായിരുന്നു. അപ്പോൾ 1600-നും 1765 ഇടയിലാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണം എന്ന് പറയാൻ പറ്റില്ല, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ട്രേഡിംഗ് കോർപ്പറേഷനായിട്ട് ഭരിച്ചത് ഈ ഒരു ട്രേഡിംഗ് കമ്പനിയായിട്ട് ഇരുന്നിട്ടുള്ളത് 1600 തൊട്ട് 1765 വരെയാണ്. അപ്പോൾ അതോർക്കാം. അതുപോലെ തന്നെ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ, ഇന്ത്യയിലുള്ള ബ്രിട്ടീഷ് ഭരണത്തെ രണ്ട് രീതിയിലായിട്ട് നമുക്ക് തരംതിരിക്കാം. കമ്പനി റൂളെന്നും അത് രണ്ട് രീതിയിലായിട്ട് തരംതിരിക്കാം. അത് കമ്പനി റൂളെന്നും ക്രൗൺ റൂളെന്നും. അപ്പോൾ കമ്പനി റൂളെന്ന് പറയുമ്പോഴത്തേക്കും 1600 തൊട്ട് 1765 വരെയാണ് ഓർക്കുക കമ്പനി റൂൾ. അതുപോലെ ക്രൗൺ റൂൾ എന്ന് പറയുമ്പോൾ 1858 തൊട്ട് 1947 വരെയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ ഈ ഒരു കമ്പനി റൂളിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് കുറച്ച് ആക്റ്റുകളുണ്ടായിരുന്നു. നിയമങ്ങൾ കുറച്ച് പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ റെഗുലേറ്റിംഗ് ആക്ട് 1773 റെഗുലേറ്റിംഗ് ആക്ട് എന്നാണ്. അത് പിന്നെ രണ്ടാമതായിട്ട് വന്നത് പിറ്റ്സ് ഇന്ത്യ ആക്ട്, അത് 1884. അതുപോലെ തന്നെ ചാർട്ടർ ആക്ട് 1793. അതുപോലെ വേറൊരു ചാർട്ടർ ആക്ടാണ് 1813 ചാർട്ടർ ആക്ടും 1833 ചാർട്ടർ ആക്ടും 1853 ചാർട്ടർ ആക്ടും ഉണ്ടായിരുന്നു. അപ്പം ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഈ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഞാൻ പിന്നീട് ഇതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഇടുന്നതായിരിക്കും, മറ്റു ആക്ടുകളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു 1773 ആക്ട് അമെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പിറ്റ്സ് ഇന്ത്യ ആക്ടും 1786 അമെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ഓർത്തിരിക്കുക കേട്ടോ. അതായത് 1781 റെഗുലേറ്റിംഗ് ആക്ട് 1773 അമെൻഡ് ചെയ്യപ്പെട്ടു ചില കാരണങ്ങളാൽ. അതുപോലെ തന്നെ 1786 ഈ പിറ്റ്സ് ഇന്ത്യ ആക്ട് അമെൻഡ് ചെയ്യപ്പെട്ടു. ഇതാണ് ഇതിൻ്റെ ബേസിക്സ്. അപ്പോൾ റെഗുലേറ്റിംഗ് ആക്ട് എന്താണ്? റെഗുലേറ്റിംഗ് ആക്ട് 1773 റെഗുലേറ്റിംഗ് ആക്ട് എന്താണെന്ന് മനസ്സിലാക്കാം. അപ്പം ഇന്ത്യക്ക് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ ആദ്യത്തെ നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773. അപ്പോൾ പ്രധാനമായിട്ടും ഇതിൽ മനസ്സിലാക്കേണ്ടത് ആ ഒരു റെഗുലേറ്റിംഗ് ആക്ട് വന്നൊരു നിയമം എന്ന് പറയുന്നത് പുതിയൊരു പോസ്റ്റ് അല്ലെങ്കിൽ പുതിയൊരു തസ്തിക അല്ലെങ്കിൽ പുതിയൊരു പദവി അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ആ ഒരു പദവി എന്ന് പറയുന്നത് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നൊരു പദവി അവിടെ സ്ഥാപിക്കപ്പെടുവാണ്. ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന ഒരു പദവി. അപ്പോൾ ആദ്യത്തെ ഗവർണർ ജനറൽ എന്ന് പറയുന്നത് ഓർക്കത് ഓൺവേർഡായിട്ട് ചോദിക്കും. ആദ്യത്തെ ഗവർണർ ജനറൽ എന്ന് പറയുന്നത് വാരൻ ഹാസ്റ്റിങ്സ് ആയിരുന്നു. ആദ്യത്തെ ഗവർണർ ജനറൽ വാരൻ ഹാസ്റ്റിങ്സ് ആയിരുന്നു ഓർക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ ഒരു ആക്ട് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തൊക്കെ പശ്ചാത്തലത്തിലാണ് വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യത്തേത് ബംഗാൾ സ്കാർസിറ്റി, അതായത് ബംഗാൾ ക്ഷാമം. 1770 ബംഗാൾ ക്ഷാമം ഒരു കാരണമാണ്. അതുപോലെ തന്നെ അന്നത്തെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യുവാനായിട്ട് അന്നത്തെ കമ്പനി ഡയറക്ടേഴ്സ് ഫിനാൻഷ്യൽ ഹെൽപ്പ്, അതായത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൽ നിന്ന് സഹായം തേടിയിട്ടുണ്ടായിരുന്നു. ഒരു ഫിനാൻഷ്യൽ ഹെൽപ്പ് നേടിയിട്ടുണ്ടായിരുന്നു ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൽ നിന്ന്. അതും ഒരു കാരണമാണ്. അതുപോലെ തന്നെ ക്യാപിറ്റലിസം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു കാരണമാണ്. ക്യാപിറ്റലിസം എന്നാൽ മുതലാളിത്തം റിമൂവ് ചെയ്യാൻ വേണ്ടി, കമ്പനി തോന്നുമടി ഉണ്ടായിരുന്നല്ലോ, അത് റിമൂവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് അന്ന് വന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട്
പാസ്സാക്കിയ ആക്റ്റാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലൂടെ ആദ്യമായിട്ട് പാസ്സാക്കിയ ആക്റ്റാണ് ഈ ഒരു റെഗുലേറ്റിംഗ് ആക്ട് എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് പാർലമെൻറ്റാണ് ഇത് പാസ്സാക്കുന്നത്. അത് മെയിനായിട്ടും കമ്പനി ഭരണത്തിൽ ഒരു റെഗുലേഷൻ, ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇവർ ആദ്യമായി ഇത് പാസ്സാക്കുന്നത്. അപ്പോൾ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ്റാണ്. ഞാൻ പറഞ്ഞ റെഗുലേഷന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു ആക്റ്റാണ്. അതുപോലെ തന്നെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള കേന്ദ്രീകൃത ഭരണം കൊണ്ടുവരാൻ അതിന് അടിത്തറയിട്ട ഒരു നിയമം കൂടിയാണ് 1773 ഈ ഒരു ആക്ട്. അതുപോലെ തന്നെ ഗവർണർ ജനറൽ ഓഫ് ബംഗാളിനെ ഗവർണർ ജനറൽ ഓഫ് ബംഗാളാക്കി മാറ്റിയൊരു നിയമം കൂടിയാണ് ഇത്. അതുപോലെ തന്നെ ഈ ഒരു പ്രൊവിൻഷ്യൽ ഗവർണേഴ്സ് ഗവർണർ ജനറൽ ഓഫ് ബംഗാളിൻ്റെ കീഴിൽ വരുന്ന ഒരു നിയമം കൂടിയാണ് ഇതെന്ന് മനസ്സിലാക്കുക. അതായത് എല്ലാ പ്രവിശ്യ ഗവർണറും ഗവർണർ ജനറൽ ഓഫ് ബംഗാളിൻ്റെ കീഴിലാണ് വരുന്നത്. അപ്പം എന്തുകൊണ്ട് ഇതിൽ വന്ന വ്യവസ്ഥകൾ എന്തൊക്കെയാണ് ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത്? അതായത് അന്നത്തെ ഒരു നിയമം, ആ ഒരു നിയമത്തിൽ വന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ ഒരു കമ്പനിയുടെ ഇൻകം ആയിക്കോട്ടെ, കമ്പനിയുടെ സ്റ്റാറ്റസ് ആയിക്കോട്ടെ, ആക്ടിവിറ്റി സ്റ്റാറ്റസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മിലിറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള അഫെയർസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കാര്യങ്ങളായിക്കോട്ടെ, എല്ലാം കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മുന്നിൽ ഈ ഒരു ഗവർണർ ജനറൽ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ വന്നൊരു വ്യവസ്ഥയാണ്, അങ്ങനെയുള്ളൊരു വ്യവസ്ഥയാണ് ഇതെന്ന് ഓർക്കാം. അപ്പോൾ അതൊരു വ്യവസ്ഥയാണ്. ഈ ഒരു നിയമത്തിൽ കൂടിയാണ് ഒരു വ്യവസ്ഥ വന്നിട്ടുള്ളത്. ഓർക്കാൻ ഞാൻ ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ, ഇതിൻ്റെ ബാക്കി ആക്ടിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ഒരു ഡീറ്റെയിൽ വീഡിയോ ഉണ്ടാക്കുന്നതായിരിക്കും. അതുകൊണ്ട് കൂടുതൽ ഫോളോ ചെയ്ത് പോവുക. ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ, ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ എക്സിക്യൂട്ടീവ് കൗൺസിൽ, അതായത് ഇതിനൊരു എക്സിക്യൂട്ടീവ് കൗൺസിലുണ്ട്. അതിൽ 4 അംഗങ്ങളുണ്ട്. അതായത് ഓരോ കാര്യങ്ങൾ എക്സിക്യൂട്ടീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഫങ്ഷനിങ് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഒരു എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉണ്ടായിരുന്നു. അതിൽ 4 അംഗങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ സുപ്രീം കോർട്ട്, ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൽ ആദ്യമായി സുപ്രീം ഗവൺമെൻറ് ഉണ്ടാക്കി, അതായത് കൽക്കട്ടയിലാണ് സ്ഥാപിതമാവുന്നത്. ആർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ.